കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ വായിക്കാം. Gospel according to Matthew chapter 12 verses 34 and 35. നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. നമുക്ക് ഇനിയും സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം കൂടെ വായിക്കാം. Proverbs chapter 4 verse 23. സകല ജാഗ്രതയോടും നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അവിടെ നിന്നല്ലോ. സകല ജാഗ്രതയോടും നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഗാർഡ് യുവർ ഹാർട്ട് അബവ് ഓൾ എൽസ്, ഫോർ ഇറ്റ് ഡിറ്റർമിൻസ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്. ഗാർഡ് യുവർ ഹാർട്ട് അബവ് ഓൾ എൽസ്, ഫോർ ഇറ്റ് ഡിറ്റർമിൻസ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തിരിക്കുന്നത് നമ്മുടെ ഹൃദയമാകൊണ്ട് അതിനെ സകല ജാഗ്രതയോട് സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഈ വാക്യം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പരീശന്മാരുമായിട്ടൊരു വലിയ ഡിബേറ്റ് നടന്നു. പരീശന്മാർ നോക്കിയപ്പോൾ ശബത ദിവസത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കതിർമണിയൊക്കെ പറിച്ചു തിന്നുന്നു. അവർ പറയുന്നു, ശബത ദിവസത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ, ശബത ദിവസത്തിൽ ഒരു ജോലിയും ചെയ്തുകൂടാ എന്ന് പറയുന്നു. യേശു പള്ളിയിൽ ഒരു മനുഷ്യൻ വന്നപ്പോൾ ആ മനുഷ്യനെ കർത്താവ് വരണ്ടയുള്ള മനുഷ്യനെ ശബത ദിവസത്തിൽ സൗഖ്യമാക്കുന്നു. അതും കർത്താവിനെതിരായിട്ട് അവർ സംസാരിക്കുന്നു. അപ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നു, ശബത ദിവസത്തിൽ നിങ്ങളുടെ ആടോ കാളയോ വല്ലതും കിണറ്റിൽ വീണുപോയാൽ നിങ്ങൾ എടുക്കുകയില്ലയോ എന്ന് അവരോട് ചോദിക്കുന്നു. വീണ്ടും കർത്താവ് ഒരു ഊമനും കുരുടനുമായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അവർ പറയും, നീ ബേൽസബൂലിനെ കൊണ്ടാണ് സൗഖ്യമാക്കുന്നത് എന്ന്. ഇങ്ങനെ കർത്താവ് എന്തോ ചെയ്താലും അതിന് വിപരീതമായി സംസാരിക്കുന്ന ദൈവഭക്തർ എന്ന് നടിക്കുന്ന പരീശന്മാരോടാണ് കർത്താവ് പറയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായു സംസാരിക്കുന്നത് എന്ന്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന്, ദുർനിക്ഷേപത്തിൽ നിന്ന് തിന്മയായിട്ടുള്ളത് അല്ല തീയത് പുറപ്പെടുവിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, കർത്താവ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മുടെ വാക്കിൽ കൂടി, നമ്മുടെ വാക്കുകളിൽ കൂടി വെളിപ്പെടുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ അസൂയോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുവാൻ നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ കൂടെ അത് എങ്ങനെയൊക്കെ ഒന്ന് വെളിപ്പെടും. നമ്മൾ എന്തെങ്കിലും അതിനെ ഒന്ന് പരാമർശിച്ചു കൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. കർത്താവ് പറയും, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യത്തിൽ നിന്നാണ് ഇങ്ങനെ പുറത്തോട്ട് ആ സമയമാകുമ്പോൾ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് ഇത് പുറത്തു വരുന്നതെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതിനെപ്പറ്റി യഹോവയായ ദൈവം തന്നെ യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹൃദയം സകലത്തെക്കാട്ടിൽ കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? ഹൃദയം സകലത്തിനെക്കാട്ടി വിഷമവും കപടവും ഉള്ളതാണ്. മനുഷ്യൻ പുറത്തുള്ളതൊക്കെ അറിയുന്നുള്ളൂ, എന്നാൽ അത് ആരാഞ്ഞറിയുന്നവൻ ആര്? യഹോവയായ ദൈവം ഹൃദയത്തെ ആരാഞ്ഞറിയുന്നു. ഹൃദയത്തിലുള്ളത് എന്തെന്ന് യഹോവയായ ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം നമ്മുടെ കർത്താവ് തന്നെ പരീശന്മാരോട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അധരം കൊണ്ടാണ് എന്നെ സ്തുതിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു എന്ന്. അധരം കൊണ്ട് നിങ്ങൾ എന്നെ സ്തുതിക്കുന്നുണ്ട്, പല കാര്യങ്ങളും എന്നെ പുകഴ്ത്തി നിങ്ങൾ പറയുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ ഹൃദയവും ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകളും
നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ നോക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലുള്ള വാക്കുകൾ അത് നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന പേര്, ക്രിസ്ത്യൻസ് എന്നുള്ള പേര് നമുക്ക് ഉണ്ടെങ്കിലും കർത്താവിനെ ഫോളോ ചെയ്യുന്നവർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടത്. എന്നാൽ കർത്താവിനെ ഫോളോ ചെയ്യുന്ന നമുക്ക്, കർത്താവ് എന്ന് നടിക്കുന്ന നമ്മൾക്ക്, എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് കർത്താവിനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ ഒരു പയ്യൻ ഇങ്ങനെ രാവിലെ ന്യൂയോർക്കിൽ അവിടെ നിന്നുകൊണ്ട് രാവിലെ സാൻഡ്വിച്ച് കൊടുക്കുകയായിരുന്നു. അവനിങ്ങനെ വിളിച്ചു പറയും, ഹോട്ട് ബ്രെഡ് എന്നിങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് ധൃതി വെച്ച് ഓടിപ്പോകുന്നവർ എന്ത് ചെയ്ത് ഒരു ഹോട്ട് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകും. വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് അവരവിടെ ഓഫീസിൽ ചെന്നിരുന്ന് കഴിക്കും. എന്നാൽ കഴിക്കുമ്പോൾ അതൊരു വളരെ തണുത്തിരിക്കുന്ന ആ ഒരു ബ്രെഡായിട്ടാണ് അവർക്ക് കഴിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു പയ്യൻ വിചാരിച്ചു, ഞാൻ എന്തായാലും എന്നോടൊന്ന് പോയി ചോദിക്കും, അവന് ഹോട്ട് ബ്രെഡാണെന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാണല്ലോ. അവൻ ചെന്ന് ഈ വിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഹോട്ട് ബ്രെഡാണെന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് തുറന്ന് കഴിക്കാൻ പോകുമ്പോൾ അത് വളരെ തണുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പല പ്രാവശ്യം ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടാതെ അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നു. പല പ്രാവശ്യം മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഈ വിൽക്കുന്ന പയ്യന് പറഞ്ഞു, ഇതിൻ്റെ പേരാണ് ഹോട്ട് ബ്രെഡ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരാണ് ഹോട്ട് ബ്രെഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കഴിയുന്നതെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തെ നമ്മളങ്ങനെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ, അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധിയിൽ അനിന്യരായി കാണേണ്ടതിന്, അതായത് ഹോളിനെസ്സിൽ നിങ്ങൾ ബ്ലെയിംലെസ് ആയിട്ട് കാണേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുവീൻ എന്ന് പറയുന്നു. നിങ്ങൾ ശുദ്ധീകരണത്തിൽ നിങ്ങൾ അനിന്യരായി ബ്ലെയിംലെസ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുവാൻ, നിങ്ങളുടെ ഹൃദയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, നമ്മുടെ ഹൃദയത്തെ സ്ട്രെങ്തൻ ചെയ്യുവാൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് അവിടെ ആഹ്വാനം കൊടുക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഹൃദയത്തെ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുക എന്ന് എന്താണ് പറയാൻ കാരണം? കാരണം എല്ലാ പാപത്തിൻ്റെ ചിന്തകളും എല്ലാ സ്വഭാവങ്ങളും ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. കർത്താവാണ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങൾ പുറത്ത് നിന്ന് അകത്തോട്ട് പോകുന്ന ഒന്നും നിങ്ങൾക്ക് അശുദ്ധി വരുത്തുന്നില്ല എന്ന്. കർത്താവ് പുറത്ത് നിന്ന് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് അശുദ്ധി വരുത്തുന്നത്. പിന്നെ എന്താണ് വരുത്തുന്നത്? അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ, കണ്ടോ, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. നമ്മുടെ അഹങ്കാരം, നമ്മുടെ കോപം, നമ്മുടെ ദുഷ്ടത, വിടക്കണ്ണ്, ദൂഷണം, ചതി, അഹങ്കാരം, ഇതെല്ലാം, മോഷണം, അത്യാഗ്രഹം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ദൈവം കാണും. ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സമയം നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും കൂടിയൊക്കെ അത് വെളിപ്പെട്ട് വരും. അതാണ് കർത്താവ്. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്, കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധീകരണത്തിൽ തികഞ്ഞവരായി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സ്ഥിരപ്പെടുത്തുവീൻ എന്ന് അവിടെ പറയുന്നു. നമുക്ക് നോക്കാം, ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് അത് നാം പറഞ്ഞതുപോലെ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ അത് വെളിപ്പെട്ട് വരും. എന്നാൽ ഹൃദയത്തിൽ നല്ലത് ഒളിപ്പിച്ച് വെക്കുന്നവരുമുണ്ട്, തിന്മയായിട്ടുള്ള നമ്മളിപ്പോൾ വായിച്ചതുപോലെ
അശുദ്ധമായ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ നന്മയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചാൽ അത് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നു? എന്നാൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെച്ചാൽ അത് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നുവെന്ന് രണ്ടുപേരുടെ ജീവിതത്തിൽ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് നമുക്കറിയാം രാഹാബ് എന്ന സ്ത്രീയെ. രാഹാബിനെ പറ്റി പഴയ നിയമത്തിൽ രാഹാബ് എന്ന വേശ്യ എന്നാണ് പറയുന്നത്. ഒരു 40 വർഷക്കാലം പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജോലി ചെയ്ത് ഒരു 10 വയസ്സ് മുതൽ 40 വർഷക്കാലം അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. എരിഹോവിലായിരുന്നു അവൾ. എരിഹോവ് കൈയടക്കിയിട്ട് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കണമായിരുന്നു. അപ്പോൾ ഈ എരിഹോ മതിൽ ഡബിൾ വോൾഡ് ആയിരുന്നു. മതിലെന്ന് പറഞ്ഞാൽ 2 ചുറ്റുണ്ടായിരുന്നു. ഈ 2 ചുറ്റിന് ഇടയ്ക്ക് സ്പേസ് ഉണ്ടായിരുന്നു, ക്രോസ് സെക്ഷനിൽ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഓരോരുത്തർ വീടായിട്ട് താമസിക്കും, ചിലത് സ്റ്റോർ ഹൗസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ആ മതിലിന്മേൽ വസിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ രാഹാബ് എന്ന വേശ്യ എന്നാണ് പറയുന്നത്. അവൾ ഒരു യഹൂദ സ്ത്രീ അല്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശം പിടിക്കുന്നതിന് മുമ്പായിട്ട് എരിഹോ നോക്കുവാൻ വേണ്ടി 2 ചാരന്മാരെ അയക്കുന്നു. അപ്പോൾ ഇവർ എരിഹോവിൽ ചെന്നിട്ട് എരിഹോ കടന്ന് കനാൻ ദേശം കാണാൻ പോവുകയാണ്. അപ്പോൾ അവർ എരിഹോവിലെ ഈ സ്ത്രീയുടെ വീട്ടിലാണ് അവർ ചെന്നത്. അതിൽ എരിഹോവിലെ രാജാവ് എല്ലാവരും അറിഞ്ഞു. ഈ സ്ത്രീ എന്തോ ചെയ്തു? ഈ സ്ത്രീയെ, ഈ 2 സ്പൈസിനെ അവരവരുടെ വീടിൻ്റെ മുകളിൽ അവരെ ഒളിപ്പിച്ച് വെച്ചപ്പോൾ രാജാവ് ആളെ അയച്ചു അവരെ ഇറക്കി വിടാൻ. അവൾ പറഞ്ഞു, ഇല്ല, ഇവിടെ വന്നിരുന്നു, പക്ഷെ ആരെന്ന് എനിക്ക് അറിയത്തില്ല. അവർ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ അവരിവിടുന്ന് പോയെന്ന് ഇവൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഈ 2 ചാരന്മാരോട്, ഇസ്രായേൽ മക്കളിലെ 2 പേരാണ് അവിടെ ചെന്ന് അവരോട് പറയുന്ന കാര്യമാണ്. അവൾ പറയുന്ന കാര്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അവിടെ പറയുന്നത് ഞാൻ വായിക്കട്ടെ. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും എൻ്റെ മൃദുഭവനത്തോടെ ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞു. എന്തുവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ 2 സ്പൈസ് ഇസ്രായേൽ മക്കൾ ആണെന്ന് ഇവൾ മനസ്സിലാക്കിയപ്പോൾ ഇവരെ 2 പേരെ അവൾ ഒളിപ്പിച്ചു വെച്ചു. അവൾ ഒളിപ്പിച്ചു വെക്കുവാൻ എന്തായിരുന്നു കാരണം? കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതിനെ പറ്റി ഈ എരിഹോവിലെ രാജാവും ജനങ്ങളും അറിഞ്ഞു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരെ എതിരേറ്റ ശത്രുക്കളായ സീഹോനും ഓഗും രാജാവ് ഇസ്രായേൽ മക്കൾക്ക് എതിരായിട്ട് ചെന്നപ്പോൾ അവരോട് യഹോവയായ ദൈവം യുദ്ധം ചെയ്ത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഈ ശത്രുക്കളെ രക്ഷിച്ച കാര്യം ഈ എരിഹോവിലെ രാജാവും ജനങ്ങളും ഈ രാഹാബൊക്കെ അറിഞ്ഞു. അത് തന്നെ യോർദാൻ വിഭാഗിച്ചു കൊടുത്തത് ഈ എരിഹോക്കാർ അറിഞ്ഞു. ഏതാണ്ട് അവർ 40 വർഷമാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വസിച്ചത്. അവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് എരിഹോവ് ചെങ്കടൽ വിഭാഗിച്ചു കൊടുത്തത്. എന്നാൽ ഏതാണ്ട് 40 വർഷത്തിന് മുമ്പ് ഈ കനാന്യ സ്ത്രീയായ ഒരു വേശ്യയായ രാഹാബ് അവള് ജീവനുള്ള ദൈവത്തെ പറ്റി കേട്ടു. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി അവൾ കേട്ടു. 40 വർഷം മുമ്പാണ് ചെങ്കടൽ വിഭാഗിച്ചു, അത് അവൾ കേട്ടു. അവളുടെ ഹൃദയത്തിൽ അവൾ അത് സൂക്ഷിച്ചു കൊടുത്തു. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവം തൻ്റെ മക്കളെ നടത്തുന്ന വഴികളെയും അവൾ
കേട്ടു. അവളത് അവളുടെ ഹൃദയത്തിൽ അത് വിശ്വാസത്തോടെ അവളത് ഏറ്റെടുത്തു. അവൾക്ക് മനസ്സിലായി, മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലെ ഈ ദൈവം തന്നെയാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവൾ വിചാരിച്ചു, ഈ മക്കള് ഇസ്രായേൽ സ്പൈസസ് അവിടെ വന്നപ്പോൾ അവൾ അവരെ ഒളിപ്പിച്ചു. കാരണം അവളുടെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവത്തെ പറ്റിയുള്ള വാക്ക് കേട്ടപ്പോൾ അത് അവൾക്ക് വിശ്വാസമായി പരിണമിച്ചു. അവൾ കേട്ട വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് അവൾ ഏറ്റെടുത്തു. അത് അവളുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ വചനം അവളുടെ ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ഒറ്റുനോക്കുവാൻ അവർ വന്നപ്പോൾ അവരെ ഒളിപ്പിച്ച് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവമാണ് വലിയ ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി, ജനങ്ങളുടെ എല്ലാം ഉരുകിപ്പോയെങ്കിലും ഈ സ്ത്രീ എന്തോ എടുത്ത് അവളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. അവൾ ഇവരെ ഒളിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ രക്ഷിക്കണം, എന്നെ മാത്രമല്ല എൻ്റെ പിതൃഭവനത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരെ അവിടെ ഒളിപ്പിക്കുന്നതായിട്ടും പിന്നെ അവരെ അവിടെ നിന്ന് ഇവർ കാണാതെ ഇറക്കി വിടുന്നതായിട്ടൊക്കെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ച ആ വിശ്വാസം, ദൈവത്തിൻ്റെ വചനം കേൾവിയാലും വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നുവെന്ന് അവൾ വചനം കേട്ടപ്പോൾ അത് വിശ്വാസമായി അവളുടെ ഹൃദയത്തിൽ അത് ഒളിപ്പിച്ച് വെച്ചു. നമുക്ക് കാണുവാൻ കഴിയും, ഇസ്രായേൽ മക്കൾ എരിഹോം തകർത്തപ്പോൾ ഇതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ പട്ടണം അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമാകുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാലും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ പറയുക. യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ എരിഹോവ് നശിപ്പിക്കും, അത് നിങ്ങൾക്ക് തരും, എന്നാൽ എല്ലാം ശബ്ദാർപ്പിതമാണ് ദൈവത്തിന് വേണ്ടി. എന്നാൽ എരിഹോ എന്ന രാഹാബ് എന്ന വേശ്യയും അവരുടെ കുടുംബത്തെ മാത്രം നിങ്ങൾ രക്ഷിക്കണം, അതൊഴിച്ച് ബാക്കിയെല്ലാം യഹോവയ്ക്ക് ശബ്ദാർപ്പിതമെന്ന് പറഞ്ഞു. വീണ്ടും ഈ 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു, എരിഹോവിന് ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചത് കൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. യോശുവ അവളുടെ ജീവനോ. അപ്പോൾ അവൾക്ക് ജീവനോട്, അവളൊരു വേശ്യയായ ഒരു ജെൻഡൈൽ സ്ത്രീ ആയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾക്ക് വരുവാൻ യാതൊരു അവകാശവും അവൾക്കില്ലായിരുന്നു, അതിനുള്ള പ്രാഗൽഭ്യം അവൾക്കില്ലായിരുന്നു. എന്നാൽ അവളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ച വിശ്വാസം തക്ക സമയത്ത് പുറത്തു വന്നപ്പോൾ ആ വിശ്വാസം അവളെ ജീവങ്കിലേക്ക് വഴി നടത്തി. അവൾ മരിക്കാതെ വണ്ണം ജീവങ്കിലേക്ക് അവളുടെ ഒളിപ്പിച്ച വിശ്വാസം അവൾ പ്രവൃത്തിയാൽ കൊണ്ടുവന്നപ്പോൾ അത് അവളെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എരിഹോവിലെ എല്ലാ ജനങ്ങളും നശിച്ചു പോയപ്പോൾ അവൾ മാത്രം രക്ഷപ്പെട്ടു. എന്താണ്? അവളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച വിശ്വാസം അവളെ ജീവനുള്ള ദൈവത്തിലേക്ക് നയിക്കുകയും അവളെ ദൈവത്തോടുള്ള ജീവന് അവളെ അവകാശമായി തീരുകയും ചെയ്തു. നമുക്കറിയാം, നമ്മൾ വേശ്യയായ രാഹാബ് എന്നിവിടെ പറയുമ്പോൾ കർത്താവിൻ്റെ ജീനിയോട് വംശാവലിയിൽ ഇവിടെ ഈ രാഹാബിൻ്റെ പേര് വന്നു. അവിടെ കിടക്കുന്നത് രാഹാബ് ശൽമോനിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായെ ജനിപ്പിച്ചു, ഇശായിൽ നിന്ന് ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ വംശാവലിയിൽ നമ്മുടെ കർത്താവായ യേശു ജനിച്ചു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ വംശാവലിയിൽ ഈ രാഹാബ് വന്നുയർന്നു. അത് തന്നെയല്ല, നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ അബ്രഹാം വിശ്വസിച്ചു, എന്നാൽ തൻ്റെ മകനെ യാഗം കഴിച്ച് പ്രവൃത്തിയാൽ നീതീകരണം പ്രാപിച്ചു, അങ്ങനെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെട്ടു എന്നവിടെ എഴുതിയിരിക്കുമ്പോൾ അടുത്ത വരി എഴുതിയിരിക്കുന്ന ഔവണ്ണം രാഹാബ് എന്ന വേശ്യയും ഒറ്റുകാരെ ഒളിപ്പിച്ച് അവളും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അബ്രഹാം എന്ന നമ്മുടെ വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിൻ്റെ പേരിൻ്റെ കൂടെ രാഹാബ് എന്ന പേരും വന്നിരിക്കുന്നു. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ സാറായുടെ പേര് വരുമ്പോൾ സാറായുടെ പേരിൻ്റെ കൂടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ അവണ്ണം വിശ്വാസത്തെ രാഹാബ് എന്ന വേശ്യയും
അവൾ വാഗ്ദത്തം ചെയ്ത് വിശ്വസിച്ച് അവളും പ്രവൃത്തിയാൽ നീതീകരണം പ്രാപിച്ചു എന്ന് സാറായുടെ പേരിൻ്റെ കൂടെ രാഹാബിൻ്റെ പേരും വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ തീരുമാനിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൽ തിന്മയായിട്ടത് ഒളിപ്പിച്ച് വെച്ച വേറൊരു വ്യക്തിയെപ്പറ്റി ദൈവവചനം പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിൽ തന്നെ ആഖാൻ എന്ന മനുഷ്യൻ യഹോവയായ ദൈവം യെരിഹോ മതിൽ നശിപ്പിക്കുമ്പോൾ രാഹാബ് എന്ന വേശ്യയെ മാത്രം നിങ്ങൾ രക്ഷപ്പെടണം, ബാക്കി അവിടെ ശബ്ദാൽപത ഒന്നും നിങ്ങൾ വെച്ചേക്കരുതെന്ന് യഹോവയായ ദൈവം അവർക്ക് നിയമം കൊടുത്തിരുന്നു. അവർ യെരിഹോ കഴിഞ്ഞിട്ട് ഹായ് എന്ന പട്ടണം ആക്രമിക്കാൻ പോയപ്പോൾ ചെറിയൊരു പട്ടണമായിരുന്നു. എന്നാൽ ഹായ് എന്ന പട്ടണം ആക്രമിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ അവരതിനെ തോറ്റുപോയി. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു തോൽവി സംഭവിക്കുന്ന ആദ്യമായിട്ടാണ്. യോശുവ കിടന്ന് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു ശാപമുണ്ട്. അതായത് ശപഥാർപ്പതം എടുക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ എടുത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ശത്രുവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ, നിങ്ങളിൽ പാപമുള്ളത് കൊണ്ടാണ് ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതിരുന്നത്. പാപം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം നമുക്ക് വേണ്ടി വാദിക്കയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇസ്രായേൽ മക്കൾ അവരുടെ ഇടയിൽ ആഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ദൈവം എടുക്കരുതെന്ന് പറഞ്ഞ സാധനങ്ങൾ എടുത്തതുകൊണ്ട്, അവരുടെ ഇടയിൽ ശബ്ദാർപ്പിതം എടുത്തതുകൊണ്ട് ശാപം വന്നു. അവർ ചെറിയൊരു പട്ടണമായ ഹായിയോട് ജയിക്കാൻ കഴിയാതെ തോറ്റുപോയി. അപ്പോൾ അവിടെ പറയുന്നത് അത് വെളിപ്പെടുത്തി കൊടുത്തു. ആഖാനെ എടുത്തെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ആഖാനോട് ചോദിക്കുമ്പോൾ ആഖാൻ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു. സത്യം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിയ മേലങ്കിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്തെ കുഴിച്ചിട്ടിരിക്കുന്നു. ആഖാൻ എന്ത് ചെയ്തു? ആഖാൻ എടുക്കരുത്, ദൈവം എടുക്കരുത് പറഞ്ഞ സാധനം ബാബിലോണിയ മേലങ്കി മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടി അവൻ കണ്ടു. അവന് കണ്ടപ്പോൾ കണ്ടു. ആ കാഴ്ച അവനെ മോഹത്തിലേക്ക് നയിച്ചു. മോഹത്തിൽ അവന് പാപം ചെയ്യുവാൻ ഇടയായി. അവൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ മോഹിച്ചു, ഞാൻ എടുത്തു. അവൻ്റെ ഉള്ളിൽ പതിയിരുന്നത് എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതുകൊണ്ട് ദൈവം പറഞ്ഞത് അവന് അനുസരിക്കാതെ ഈ കൺമോഹവും ജഡമോഹവും ജീവനത്തിൻ്റെ പ്രതാപവുമാണ് അവൻ്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെച്ചത്. ഒളിപ്പിച്ചത് വെച്ച് എന്ത് സംഭവിച്ചു? ഉടനെ ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ അവനെ പിടിച്ചിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊന്ന്, അവനെ ഒരു തീ കത്തിച്ച് അവൻ മരിക്കും. കല്ലെറിഞ്ഞ് ആഖാൻ എല്ലാവരും കൂടി. അതിൻ്റെ 7-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു, അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവിടെ ഒരു കൽക്കുന്നവർ കൂട്ടി. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ച ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം അവനെ എങ്കിലേക്ക് കൊണ്ടുവന്നു. അവനെ നാശത്തിലേക്ക് കൊണ്ടുവന്നു. അവനെ മരണത്തിലേക്ക് കൊണ്ടുവന്നു. അവനെ കല്ലെറിഞ്ഞ് അവർ കൊന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നത് ദൈവം ദോഷങ്ങളല്ല ആരും പരീക്ഷിക്കുന്നില്ല. അവിടെ പറയുന്ന മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആഖാൻ അവിടെ മരണപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചോടെ ഈ മോഹങ്ങളെല്ലാം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്കൊരു ആത്മീയമായ മരണമാണ് സംഭവിക്കുന്നതെന്ന്. അത് നമ്മളെ ജീവങ്കിലേക്കല്ല നടത്തുന്നത്. അവളുള്ള രാഹാബ് ഒളിപ്പിച്ചു വെച്ച്, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് ദൈവത്തെ പറ്റിയുള്ള ആ വചനം അവൾ ആ വിശ്വാസം അവൾ ഒളിപ്പിച്ചു വെച്ചു അവളെ ജീവങ്കിലേക്ക് നടത്തിയപ്പോൾ, പ്രിയപ്പെട്ടവർ, ആഖാൻ തൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത് അവനെ മരണത്തിലേക്ക് നടക്കുകയാണ് ഇവിടെ ചെയ്തത്. നമുക്കറിയാം, പലപ്പോഴും പലരും ഈ പ്രായമൊക്കെ ആവുമ്പോൾ അവിടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതൊക്കെ ഈ ഓർമ്മയൊക്കെ പോകുമ്പോൾ
പുറത്ത് വരുന്നതായിട്ട് കാണുവാൻ കഴിയും. എനിക്കറിയാം, നല്ല പ്രായമുള്ള വ്യക്തികൾ ചിലരുടെ നമ്മൾ കാണുമ്പോൾ അവർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു. കാരണം അവർ നേരത്തെ ഒളിപ്പിച്ച് വെച്ചത് അതായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ചിലരുണ്ട്, എന്താണ്, എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അമ്മച്ചി, ഞാൻ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എപ്പോഴും പള്ളിയിൽ പോകും, നോട്ട് എഴുതിയെടുക്കും, എല്ലാം ചെയ്യും. എന്നാൽ പ്രായമായപ്പോൾ അവർ ഓർമ്മയില്ലാതായപ്പോൾ അവർ പറയുന്ന വാക്കുകൾ കേൾക്കണമായിരുന്നു. വളരെ ഈ ദൈവത്തോടും യാതൊരു ബന്ധവുമില്ലാത്ത വാക്കുകളായിരുന്നു, വളരെ മോശമായ വാക്കുകളായിരുന്നു അവരോട്. അപ്പോൾ എല്ലാവരും പറയുന്നു, ഈ കൊച്ചമ്മ പണ്ട് പള്ളിയിലൊക്കെ പോകുകയും എല്ലാ മീറ്റിങ്ങിനും പോവുകയൊക്കെ ചെയ്യുന്നു, എന്നിട്ട് അവർ ഈ അവസാനമായപ്പോൾ ഇങ്ങനെയാണോ അവരുടെ സംസാരം? എന്തുകൊണ്ട്? അവരുടെ ഹൃദയത്തിൽ അവളെ ദൈവമായിട്ട് അധരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചെങ്കിലും ഹൃദയവുമായിട്ട് അവരുടെ ബന്ധമില്ലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചതാണ് പുറത്തേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? ആ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തെ ദൈവം കാണുന്നു. ഹൃദയത്തിലുള്ളതിനെ നമ്മുടെ ചിന്തകൾ ദൈവത്തിന് സംസാരമാണ്. ദൈവജനം ലൂസിഫറിനെ വെട്ടേറ്റ് കഴിക്കുന്ന കാര്യത്തിൽ ലൂസിഫർ ദൈവത്തിന് എതിരായിട്ട് അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ അവനെ വെട്ടി താഴെയിട്ടു എന്നാണ് പറയുന്നത്. കർത്താവിന് തൈലം പൂശാൻ വന്ന് ഒരു പാപിയായ സ്ത്രീ തൈലം പൂശിയപ്പോൾ കർത്താവിനെ ഊണിന് വിളിച്ച പരീശനായ ആ മനുഷ്യൻ ഉള്ളത്തിൽ പറഞ്ഞു, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണെന്നും ഇവൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്നും ഇവൻ മനസ്സിലാക്കിയെന്ന് ഉള്ളത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ കർത്താവ് അവനോട് ചോദിക്കുന്നു, ശിമോനെ ശിമോനെ എന്ന് വിളിച്ചുകൊണ്ട് അവനോട് അവൻ ചോദിക്കുന്നു, ഇവന് പാപിയായ സ്ത്രീ, ശിമോനെ നിന്നോട് എനിക്ക് ഒന്ന് പറവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് സംസാരിക്കുന്നതായിട്ട് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, പ്രിയപ്പെട്ട, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലുള്ളത് കർത്താവ് അറിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയത്തെ നമ്മൾ അതാണ് നമ്മുടെ ജീവങ്കിലേക്കാണോ മരണത്തിലേക്കാണോ ചിന്തിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിൽ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് ശോധന ചെയ്യണം. ദൈവവചനം പറയും, 119 സങ്കീർത്തനം 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അതിൻ്റെ വചനത്താലാണ് നിർമ്മലമാക്കുന്നതെന്ന്. വചനത്താലാണ് അതിനെ നിർമ്മലമാക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ അത് തന്നെയാണ് നാം ആയിരിക്കുന്നത്. നമുക്ക് സദൃശവാക്യങ്ങൾ 23-7 വാക്യത്തിൽ, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. കാരണം നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാണ് നാം ആയിരിക്കുന്നത് എന്ന്. ഫോർ ആസ് ഹി തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. നമ്മൾ എങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നാം ആയിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനം 23-24 വാക്യത്തിൽ ഇങ്ങനെ പറയും, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണം. എന്നെ ശോധന ചെയ്ത് ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. നാം തന്നെ ശോധന ചെയ്യുകയല്ല വേണ്ടിയത്. നാം തന്നെ ശോധന ചെയ്താൽ ചിലപ്പം പിശാച് നമ്മളെ കളിപ്പിക്കുക. നാം തന്നെ ശോധന ചെയ്താൽ ചിലപ്പം നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ നീ എന്നെ ഒന്ന് ശോധന ചെയ്യുക. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണേ. വ്യസനത്തിലുള്ള മാർഗം എന്ന് പറയുമ്പോൾ അങ്ങനെ, ആൻഡ് സീ ഇഫ് ദർ ഈസ് എനി വിക്കറ്റ് വേ ഇൻ മീ ആൻഡ് ലീഡ് മീ ഇൻ ദ വേ എവർ ലാസ്റ്റിംഗ്. വ്യസനത്തിലുള്ള മാർഗം, എന്തെങ്കിലും ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മളല്ല ശോധന ചെയ്യണം, ദൈവത്തിൻ്റെ വചനത്താലാണ് നമ്മൾ ശോധന ചെയ്യണം. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാട്ടും മൂർച്ചയുള്ളതും ആത്മാവിനെയും സന്ധി മജ്ജകളും വേർപിടിവിക്കുന്നിടം വരെ തുളച്ച് ചെല്ലുന്നതായ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്ന ദൈവവചനത്താലാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശോധന ചെയ്യേണ്ടത്. അപ്പോൾ വചനത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളൊക്കെ ശോധന ചെയ്യുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവുകളെ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഈ ദൈവവചനത്താൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യുക. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും, എന്ത് ചിന്തിക്കണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവിങ്കൽ അവൻ ദൂതന്മാരുമായി വരുമെങ്കിൽ നമ്മുടെ ദൈവത്തിന് മുമ്പിൽ ശുദ്ധീകരണത്തിൽ അനിന്യരായി കാണപ്പെടുവാൻ
അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുക. ആ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സന്ധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവ് തൻ്റെ വചനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മളെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ശരിയായിട്ടുള്ള ചിന്തകളും ഭാവങ്ങളും എല്ലാം കർത്താവ് തരും. നമ്മുടെ ഉള്ളത്തിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ കർത്താവ് അതിനെ അതിജീവിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വചനത്തെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ കർത്താവ് ആ ടെംപ്റ്റേഷൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആ വിൽഡർനെസ്സിൽ വെച്ച് പിശാച് അവനെ പരീക്ഷിച്ചപ്പോൾ വചനത്താലാണ് കർത്താവ് അതിനോട് കർത്താവ് ഏറ്റുമുട്ടിയത്, അതിനെ ഓവർകം ചെയ്തത്. അതേ പരീക്ഷ തന്നെ ആദ്യം ആദമിനും ഹവ്വായ്ക്കും വന്നപ്പോൾ, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം വന്നപ്പോൾ അവരതിൽ തോറ്റുപോയി. എന്നാൽ വചനത്താൽ യേശു അതിനെ ജയിച്ചു. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ രാഹാബ് തൻ്റെ ഉള്ളത്തിൽ സൂക്ഷിച്ചു വെച്ചത് കർത്താവിനെ പറ്റിയുള്ള അറിവായിരുന്നു, വചനമായിരുന്നു, വിശ്വാസമായിരുന്നു. അവളെ അത് ജീവങ്കിലേക്ക് വഴി നടത്തി. നാം എന്താണ് സൂക്ഷിച്ചു വെച്ചത്? പ്രിയപ്പെട്ടവരെ, നാം എന്താണ് സൂക്ഷിച്ചു വെച്ചത്? കർത്താവിൻ്റെ വചനമാണ്. ആ വചനത്താൽ നമുക്ക് ലഭിച്ച വിശ്വാസമാണ് ഉറപ്പ്. അതാണ് നമ്മൾ ജീവങ്കിലേക്ക് നടക്കുക. എന്നാൽ അശുദ്ധമായ ദൈവത്തോടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും അശുദ്ധമായ കാര്യങ്ങളാണ് ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ അത് നമ്മളെ അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഇറ്റ് ഡിറ്റർമിൻസ് ദ കോഴ്സ് ഓഫ് യുവർ ലൈഫ് എന്നാണ് നമ്മൾ വായിച്ച്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് മനസ്സിലാക്കാം. നമ്മുടെ ഗതിയെ തീരുമാനിക്കുന്നത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച കാര്യമാണ്. രണ്ടാമതായിട്ട്, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയതെ പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മളെ ജീവങ്കിലേക്ക് വഴി നടത്തും. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന എന്തെന്നറിയാം, അങ്ങേക്കറിയാം കർത്താവേ. അത് ഞങ്ങളെ ഒന്നുകിൽ ജീവങ്കിലേക്ക് നടത്തും, അല്ലെങ്കിൽ ഞങ്ങളെ മരണത്തിലേക്ക് നടത്തും. ഹല്ലേലൂയ. ജീവങ്കിലേക്ക് നടത്തുന്ന കർത്താവിൻ്റെ വചനം, കർത്താവിലുള്ള വിശ്വാസം, കർത്താവിലുള്ള വാഗ്ദത്തങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ച് ജീവങ്കിലേക്ക് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കലും ആത്മീകമായ മരണത്തിലേക്ക്, ദുഷ്ടതയിലേക്ക് പോകാതെ വണ്ണം അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെയോർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.